ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെഞ്ചീസ് കുക്കറി ചാനൽ. ഞാൻ ഇന്ന് അടുത്ത വെറൈറ്റിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതായത് ഇതിൻ്റെ യഥാർത്ഥ രൂപം നമ്മൾ കടകളിലൊക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് അവക്കാഡോ. ഈ അവക്കാഡോ എന്ന് പറയുന്ന സാധനത്തെ നമ്മളിപ്പോൾ കടയിലൊക്കെ നമുക്ക് ചിലപ്പോൾ പച്ച കളറായിരിക്കണമെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് 2 ദിവസം വെക്കുമ്പോഴേക്കും ഇത് നല്ലത് ഇതുപോലത്തെ കളറായി മാറും. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ കളർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പഴുത്ത അവസ്ഥ എന്ന് പറയും. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് മധുരമൊന്നുമല്ല, അതായത് പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷെ ഈ ടേസ്റ്റ് ഒന്നും ഇല്ല എങ്കിൽ പോലും ഭയങ്കര ഗുണങ്ങളാണ് ഇതിനുള്ളത്. അതായത് വൈറ്റമിൻസ് മുതൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഷുഗർ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ബെസ്റ്റാണ്. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കഴിക്കുന്നത് ബെസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിവിടെ ഇത് വെച്ചുകൊണ്ട് നമുക്കൊരു ഷെയ്ക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് ഇതിനെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം. ആദ്യം തന്നെ വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പം നമുക്ക് വേണ്ട ഇതുപോലെ ഇതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരുപാട് താഴ്ത്തി കട്ട് ചെയ്യണ്ട. അതിൻ്റെ അകത്ത് നന്നായിട്ട് കട്ടിയുള്ളൊരു കുരുവുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ താഴ്ത്തി കട്ട് ചെയ്യാതെ ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കും വേണ്ട ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇതുപോലെ ഇരിക്കുമ്പോഴേക്കും ഒരു കത്തിയുടെ മുന കൊണ്ടോ എന്തെങ്കിലും വേണ്ട ഈ കുരുവിനെ, ഇതിൻ്റെ ഈ കായ സീഡിനെ നമുക്ക് ജസ്റ്റ് ഇതേണ്ട ഇങ്ങനെ പൊക്കിയെടുത്ത് മാറ്റാം. ഇത് കഴിക്കാൻ നമ്മൾ ഉപയോഗിക്കാറില്ല. ഇതിനെ എടുത്ത് മാറ്റും. മാറ്റിയ ശേഷം നമുക്കൊരു ചെറിയ സ്പൂൺ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഇതിനുണ്ടത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓടിച്ചാൽ മതി. ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ പൊന്തി വരും. വേണ്ട നന്നായിട്ട് ഇതിനെടുത്ത് മാറ്റാം നമുക്ക്. ഇങ്ങനെ കാർന്ന് എടുക്കാൻ പറ്റും. വലിയ ബലമൊന്നും പ്രയോഗിക്കേണ്ട, നല്ല പഴുത്തതായിരിക്കും. പക്ഷെ ഇതിന് മധുരമൊന്നും വെക്കില്ല. പക്ഷേ ഇത് പിള്ളേർക്കും എല്ലാവർക്കും വലിയവർക്കും ഒക്കെ നല്ലൊരു ഫ്രൂട്ടാണിത്. നമുക്കിവിടെ കിട്ടാനൊന്നുമില്ല, പുറത്തുനിന്ന് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വേണ്ട ഇങ്ങനെ ഇതിൽ നിന്ന് കാർന്ന് വേണ്ട ഇതിങ്ങനെ കളയാം നമുക്ക്. ഇതിനകത്ത് ഈ പച്ചപ്പ് മുഴുവൻ എടുക്കാം നമുക്ക്. പറയാൻ കാരണം അത്രയ്ക്ക് നല്ല സാധനമല്ലേ. വേണ്ട ഇങ്ങനെ എടുക്കാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ. അതുപോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ഞാൻ പറയണ്ടല്ലോ, എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. എല്ലാവരും അത് ചെയ്യുക. അപ്പോൾ വേണ്ട എടുക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. എല്ലാവരും ഓർക്ക് ഇത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കണേന്ന് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകം കാണിച്ചു തന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസുകളുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങൾ. ഞാനിപ്പോൾ ഇത് 2-3 പീസ് എടുത്തിട്ടുണ്ട്. പറയാൻ കാരണം നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് സൈസ് ഫുഡുകളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അതായത് നമ്മൾ ഉണ്ടാക്കുന്നത് ഷെയ്ക്ക് മാത്രമല്ല, പുഡിങ് പോലത്തെയുള്ള ഐറ്റംസും അതുപോലെ നമുക്കിപ്പോൾ വേണമെങ്കിൽ സാലഡ് പോലെയുള്ള രീതിയിലും ഒക്കെ നമുക്കിത് റെഡിയാക്കാം. വേണ്ട നല്ല ഇതായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ സീഡിനെ ഇതുപോലെ ഇങ്ങനെ എടുത്ത് പൊക്കി കളയുക. എന്നിട്ട് ബാക്കി അതിനെ നമുക്ക് നന്നാക്കി എടുക്കാം. അപ്പം നമ്മൾ വേണ്ട ഇതുപോലെ എല്ലാം വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ആപ്പിൾ. ഇതിന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് പഴം, എന്ത് വേണമെങ്കിലും ഫ്രൂട്ട്സ് നമുക്ക് ആഡ് ചെയ്ത് ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ പാല് തിളപ്പിച്ച് നന്നായിട്ട് ഫ്രീസ് ചെയ്ത് ഐസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പച്ചയ്ക്ക് പാല് ചേർത്താലും ഒരു പ്രശ്നമില്ല. പിന്നെ അതുപോലെ നട്ട്സ് ചേർക്കുന്നുണ്ട്. അതിന് പകരം നമുക്ക് ഗ്രൗണ്ട് നട്ട്സോ എന്തെങ്കിലും അത് ചേർക്കാം. പിന്നെ അതുപോലെ ഞാനൊരു സാഷേ പാക്കറ്റ് ഹോർലിക്സിൻ്റെ, ഇതിന് പകരം നമുക്ക് ബൂസ്റ്റ് ആയാലും നോ പ്രോബ്ലം. പിന്നെ അതുപോലെ നമ്മൾ ഷുഗർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിക്കാം. പിന്നെ തണുപ്പ് കൂടുതൽ വേണ്ടവർക്കാണെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഷേക്കിൻ്റെ രൂപത്തിലേക്ക് ആക്കുന്നത് നോക്കാം നമുക്ക് ആദ്യം തന്നെ. അപ്പോൾ നട്ട്സ് ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ബാക്കി ഐറ്റംസ് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കണം. അപ്പം നട്ട്സ് ഇട്ട് കൊടുത്തു. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഈന്തപ്പഴമൊക്കെ ഇതിനകത്ത് ചേർക്കണേ അങ്ങനെയും ചേർക്കാം. ടേസ്റ്റ് എത്ര കൂട്ടാമോ അത്രയും ചേർക്കാം സാധനങ്ങൾ. ഇപ്പോൾ ഇതിനെ ആദ്യം പൊടിച്ചെടുക്കട്ടെ ഞാൻ. അപ്പം നമ്മൾ വേണ്ട ഇതുപോലെ എല്ലാം നമ്മളിവിടെ അരച്ച് വേണ്ട ഇതുപോലെ നല്ലതായിട്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഹോർലിക്സിൻ്റെ സാഷേ പാക്കറ്റ് വേണ്ട ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ പാലിനെ ഇതുപോലെ ഐസാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാണ്. പിന്നെ നമുക്ക് വെള്ളമൊക്കെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. അപ്പം നമ്മൾ വേണ്ട ഇതുപോലെ അവക്കാഡോ ഷേക്ക് വിത്ത് ആപ്പിൾ കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഷേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ കളറ് ചെറിയൊരു ഗ്രീൻ കളറോട് കൂടി വരും. അപ്പം നമുക്കിത് സെർവ് ചെയ്യാം.
അപ്പോൾ ഇതിലേക്ക് ചേർത്ത എല്ലാ കണ്ടൻസുകളും ഞാൻ ഒന്നിച്ച് എന്താ പറയുന്നത് മിക്സിയിലിട്ട് നന്നായിട്ട് ജ്യൂസറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു. ഇനി നമുക്കിതിലേക്ക് അത് മാറ്റാം. മാറ്റി കഴിഞ്ഞിട്ട് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യാം. നമുക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കൊടുക്കാനായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു നല്ലതായിട്ട്. പിന്നെ ഐസൊക്കെ എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ആ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഐസിൻ്റെ ഇത് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നട്ട്സൊക്കെ ഇതിൻ്റെ പുറത്തിടുന്നുണ്ട്. വേണ്ട നട്ട്സൊക്കെ ഇട്ടു. പിന്നെ ഞാൻ നമ്മുടെ സാഷേ പാക്കറ്റ് ഓർണം കൂടി എടുത്തിട്ട് ജസ്റ്റ് ആ ഹോർലിക്സിൻ്റെ വേണ്ട പൊടി കുറച്ചിട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ നമുക്ക് വേണ്ട കുറച്ച് ഡെക്കറേഷനായിട്ട് വേണ്ട ജെല്ല് ഒഴിച്ച് റെഡിയാക്കാം. ഇങ്ങനെയൊക്കെ അപ്പോൾ ചെറിയോ അല്ലെങ്കിൽ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിയോ അങ്ങനെയൊക്കെ വെച്ച് റെഡിയാക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എൻ്റെ ജ്യൂസ് സൂപ്പറല്ലേ? അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിൽ റെഡിയാക്കി നോക്കുക. അടിപൊളി ജ്യൂസാണ്. വൈകിട്ടൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇത് കൂടിയാണിത്. ഓക്കെ ബൈ, സി യു. എല്ലാവരും എൻ്റെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ബൈ ബൈ. എല്ലാവരും നല്ല ഫോട്ടോ എടുത്തുകൂടെ അമ്മയ്ക്ക്?